അപ്പൻ ഒരു നിമിഷം കൊണ്ട് ക്ഷമിച്ചു. ചില ആ പിള്ളേർ പറയുന്ന പോലെ, ഇന്നാള് നീ പറഞ്ഞതിന്റെ ഓർമ്മയിലുണ്ട്, ഇന്നാള് നീ ചെയ്ത കുറ്റന്റെ ഓർമ്മയിലുണ്ട്, അത് ഇനി ഞാൻ പറയും എന്ന് പറയല്ലേ. അതുപോലെയല്ല, ഒരു നിമിഷം കൊണ്ട് അപ്പൻ ക്ഷമിച്ചു. കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ കുറവുകൾ ക്ഷമിക്കണമെന്ന് ക്രൂശിന്റെ ചുവട്ടി വന്ന് പറഞ്ഞ സമയത്ത് കുന്നുകൾ വൻമല പോൽ ഏറ്റം പർവ്വത പങ്ക്തികൾ പോൽ ബ്രഹ്മാണ്ടം പോലിരുന്ന മഹാപാപങ്ങൾ ഉദയാസ്തമാവിദൂരം നീക്കി നീ അവ മായിച്ചു, പിന്നെ ഓർക്കുകയില്ലെന്നുരച്ചു. നീക്കി നീ അവ മായിച്ചു, പിന്നെ ഓർക്കുകയില്ലെന്നുരച്ചു. പാവനിവാരണനേ, പാപഭാരങ്ങൾ അകറ്റിയോനേ. അപ്പൻ ഒരു നിമിഷം കൊണ്ട് ക്ഷമിച്ചു. ഇന്നും അപ്പൻ ക്ഷമിക്കും. അപ്പന്റെ അരികിൽ ചെന്ന്, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറവുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഇവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടോ? അവന്റെ പട്ടിണി മാറി, കഠിനക്ഷാമം മാറി. അപ്പന്റെ അരികിൽ വന്നപ്പോൾ മൃഷ്ടാന ഭോജനം കിട്ടി, പിന്നെ കരുതലിന്റെ കരം കിട്ടി, ഉറപ്പുള്ള ഒരു തണല് കിട്ടി. ഇത് വിട്ടേച്ച് നിങ്ങൾ പോകരുത്. ഈ അപ്പന്റെ സന്നിധി വിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും അപ്പന്റെ സന്നിധി വിട്ടു പോകരുത്. അപ്പോഴാണ് വേറെ ഒരുത്തം വരുന്ന വീട്ടിലെ ചേട്ടൻ. ഒരു വാക്ക് പറയാനുള്ള ചേട്ടനെ കുറിച്ച്. ചേട്ടൻ അപ്പനോട് കൂടെയുണ്ട്, ഇവിടെ വീട്ടിൽ കയറുന്നില്ല, കുടിക്കകത്തുണ്ട്. ചേട്ടൻ എവിടെയുണ്ട്? കുടിക്കകത്ത്. അവരോട് വർത്താനം പറയണം, ഇതിന്റെ ഈ വലിയ ഒച്ചമ്പകളോ. അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു. അനിയൻ വന്നിട്ടുണ്ട്. അപ്പൻ അനിയനോട് ക്ഷമിച്ചു. ഞാൻ ക്ഷമിക്കില്ല. അപ്പൻ ക്ഷമിച്ചാലും ക്ഷമിക്കില്ലാത്ത ചേട്ടന്മാരും ഒത്തിരി ഉണ്ട്. അപ്പൻ ക്ഷമിച്ചാലും എന്ത് ചെയ്യില്ല, ക്ഷമിക്കില്ല. ഇവിടെ നിൽക്കുന്ന പുള്ളി നിൽക്കുന്ന കുടിക്കകത്താ. ഈ അനിയൻ എവിടെയാ നിൽക്കുന്നത്? വീട്ടില്. അപ്പൊ ഒരു ചോദ്യം, വീട്ടിൽ അപ്പനോട് ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന, അപ്പനോട് ഒരുമിച്ചിരിക്കുന്ന അനുജനാണോ, വഴക്കു കൂടി ദൂരെ നിൽക്കുന്ന ചേട്ടനാണോ മുടിയമ്പുത്രൻ? ഒന്ന് ഉത്തരം പറഞ്ഞേ. ആരാ മുടിയമ്പുത്രൻ? ഇപ്പൊ ചേട്ടനാ അല്ലേ? കർത്താവ് അവനെ തെറ്റ് ക്ഷമിച്ചപ്പോഴും ക്ഷമിക്കാൻ മനസ്സിലാതെ നിൽക്കുന്ന ഒരു ചേട്ടൻ ക്രിസ്തീയ കുടിക്കകത്തുണ്ട്. പേര് മത്തായി എന്നൊക്കെ ആയിരിക്കാം. ഇവിടെ ആരും പേരും ക്ഷമിക്കുന്നുണ്ട്, പേരും പറഞ്ഞുള്ളൂ. പേര് മത്തായി എന്നൊക്കെ ആയിരിക്കാം. കുടിക്കകത്തുണ്ട്, പക്ഷെ വീട്ടിലില്ല. കർത്താവ് ഉദ്ദേശിക്കുന്നത് നീ കുടിക്കകത്ത് നിൽക്കുക എന്നുള്ളതല്ല, വീട്ടിൽ അപ്പന്റെ അരികിൽ വരിക എന്നുള്ളതാണ്. അപ്പന്റെ അരികിൽ വരിക.